ആളുകളെ എഴുന്നേൽപ്പിച്ചിരുത്തി വെള്ളം കൊടുക്കുക. പക്ഷേ അത് വളരെ അശാസ്ത്രീയമായ ഒരു രീതിയാണ്. നമസ്കാരം. ഇന്നലെ വൈകിട്ട് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസിനുണ്ടായ അപകടം. ഏതാണ്ട് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത് പ്രകാരം 15 അടി ഉയരത്തിൽ നിന്നാണ് അവർ വീണത്. ആ വീഴ്ചയിൽ തന്നെ കോൺക്രീറ്റ് സ്ലാബിലേക്ക് വന്ന് വീണ് തലയടിച്ചാണ് വീണത്. മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ട്, തലയ്ക്കുണ്ട്, അതുപോലെ വാരിയെല്ലുകൾക്കുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ MLAക്ക് സംഭവിച്ചതായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളിൽ പലരും ശ്രദ്ധിച്ച ഒരു കാര്യം, ആ അപകട സ്ഥലത്തു നിന്നും അവരെ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഒരു രീതി, അതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു കഴിഞ്ഞു. വൈദ്യശാസ്ത്ര രംഗത്ത്, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുൾപ്പെടെ അതിനകത്ത് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പുരോഗതിയുള്ള, വിദ്യാഭ്യാസപരമായും മറ്റും ഒരുപാട് പുരോഗതിയുള്ള ഒരു സംസ്ഥാനത്താണ് ഒരു MLAക്ക് ഒരു അപകടമുണ്ടായപ്പോൾ വളരെ അശാസ്ത്രീയമായിട്ട് മാനേജ് ചെയ്തത് എന്നൊരു ആരോപണം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു അപകട സ്ഥലത്ത്, അത് വീഴ്ചയായിക്കോട്ടെ, വാഹനാപകടമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള അപകടം, ആ അപകട സ്ഥലത്ത് നിന്ന് അപകടത്തിന് ഇരയായ ഒരാളെ എങ്ങനെ ആംബുലൻസിലേക്ക് അല്ലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വെറുതെ വലിച്ചു വാരി ഏതെങ്കിലും വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കുക. അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ കോട്ടയം ചേർപ്പുങ്കൽ മാർസലീബ മെഡിസിറ്റിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോ സ്പൈൻ സർജൻ ഡോക്ടർ സരീഷ് കുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഒരു അപകടം നടക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു പേഷ്യൻറ്റിനെ, അപകടത്തിനിരയായ ഒരാളെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ സാധാരണ മലയാളികളിൽ കാണുന്ന ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഒരു അപകട സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആളുകളെ എഴുന്നേൽപ്പിച്ചിരുത്തി വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ഓടിക്കുക എന്നുള്ള രീതിയൊക്കെ ആളുകൾക്ക് കാണാറുണ്ട്. പക്ഷേ അത് വളരെ അശാസ്ത്രീയമായ ഒരു രീതിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം അപകടത്തിൽപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ ഒരു ഹൈറ്റിൽ നിന്ന് താഴെ വീണിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് നടക്കുന്നവരാവാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളാണ് എങ്കിൽ അവർക്ക് തലച്ചോറിനുള്ളിൽ ഗുരുതരമായ രക്തസ്രാവം വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സുഷുമ്നാ നാഡിക്ക് ക്ഷതം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ എഴുന്നേൽപ്പിച്ചിരുത്തുകയോ അല്ലെങ്കിൽ ഓടിക്കാനൊക്കെ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ചെറിയ ക്ഷതം വന്നത് വലിയ ക്ഷതമായി മാറാനും പൂർണ്ണമായ ഒരു തളർച്ചയിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ, റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആയി ഹൈറ്റിൽ നിന്ന് വീണു, അങ്ങനെയുള്ള ഒരാളെ ഒരു കാരണവശാലും എഴുന്നേൽപ്പിച്ചിരുത്തുകയോ വെള്ളം കൊടുക്കുകയോ ചെയ്യരുത്. അവരെ നീക്കുമ്പോൾ എങ്ങനെ ചെയ്യണം, അവരവിടുന്ന് അപകട സ്ഥലത്ത് നിന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ. അപ്പോൾ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ, അവരെ പ്രോപ്പറായിട്ട് കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം ഷിഫ്റ്റ് ചെയ്യാൻ. അതിന് സാധാരണഗതിയിൽ നമ്മളൊരു ആംബുലൻസ് സൗകര്യം ഉള്ളതാണെങ്കിൽ അതിന് ഫിലാഡൽഫിയ കോളർ എന്ന് പറഞ്ഞൊരു ഹാർഡ് കോളർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്പൈൻ ബോർഡ്, അതായത് സ്പൈൻ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു കട്ടിയായൊരു പ്രതലമുള്ള ഒരു ബോർഡാണ്. അതിലേക്ക് കടത്തി കഴിഞ്ഞാൽ നട്ടിൽ സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മളൊരു ബെൽറ്റൊക്കെ ഇട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കോളർ വേണം, അതുപോലെ തന്നെ സ്പൈൻ ബോർഡ് വേണം. ഇത് ഇങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഈ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ 2 പേര് ഒരു സൈഡിലും 2 പേര് ഓപ്പോസിറ്റ് സൈഡിലും നിന്നിട്ട് പേഷ്യൻസിനെ എടുത്തു പോക്കാം. പക്ഷേ ഒരാൾ കഴുത്ത് തിരിഞ്ഞു പോകാതെ കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്ത് സ്റ്റേബിളായിട്ട് പിടിക്കുകയും വേണം. അങ്ങനെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഒരു ICU ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു കാറിൽ. ഇപ്പം നമ്മൾ പലപ്പോഴും അപകട സ്ഥലത്ത് നിന്ന് കാറിൽ കയറ്റി ഇരുത്തി വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. ഈ കാറിൽ കയറ്റി ഇരുത്തുമ്പോൾ ആളുകളെ മടക്കി കൂട്ടി കയറ്റി വെക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാർഷ്യൽ ഇഞ്ചുറി വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ഇഞ്ചുറി ആവും, പൂർണ്ണമായിട്ടുള്ളൊരു ഇഞ്ചുറിയിലേക്ക് പോകും. അപ്പം ചുരുക്കി കൂട്ടി ആളുകളെ കൂച്ചിക്കൂട്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒട്ടും ശാസ്ത്രീയമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. അപകട സ്ഥലത്തിൽ എത്തുന്ന ആംബുലൻസിൽ ഈ പറയുന്ന സൗകര്യങ്ങളെല്ലാം വേണം എന്നുള്ളതാണ് മസ്റ്റായിട്ടുള്ള കാര്യം. അതായത് ഒരു സ്പൈൻ ബോർഡ് വേണം, ഒരു ഫിലാഡൽഫിയ കോളർ വേണം, പേഷ്യൻറ്റിന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ബാക്കി സൗകര്യങ്ങൾ വേണം എന്നുള്ളതാണ് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ട്രോളിയിലെങ്കിലും കിടത്തി, നമ്മളിപ്പോൾ സാധാരണ ഒരു സ്പൈൻ ബോർഡ് ഇല്ലെങ്കിൽ ഒരു ട്രോളിയെങ്കിലും ആംബുലൻസിൽ കാണാം. ആ ട്രോളിയിലേക്ക് കിടത്തുമ്പോൾ
അത് ഈ പറയുന്ന പോലെ വലിച്ചെടുത്ത് മാറ്റുകയോ ലോഗ് റോൾ ചെയ്ത് മാറ്റുകയോ ഉരുട്ടി മാറ്റുകയോ ചെയ്യണം. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ 2 സൈഡിൽ നിന്ന് കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം ഈ ട്രോളിയിലേക്കാണെങ്കിൽ പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്യാൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ കണ്ടിട്ടുണ്ട് കട്ടിയുള്ള ബെഡ്ഷീറ്റിൻ്റെ 4 മൂലയ്ക്ക് പിടിച്ച് അതിലോട്ട് ഉരുട്ടി കയറ്റിയിട്ട് ഇങ്ങനെ പൊക്കുന്നത്. എക്സാക്ട് അതാണ് ലോഗ് റോൾ എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം. കട്ടിയുള്ള ബെഡ്ഷീറ്റിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് പിടിക്കാൻ എളുപ്പമുണ്ട്, പേഷ്യൻസിൻ്റെ കഴുത്ത് സ്റ്റേബിളായിട്ട് ഇരിക്കുകയും വേണം. ഇതിപ്പോൾ നമ്മുടെ നട്ടലിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ നോക്കിക്കഴിയുമ്പോൾ അറിയാം ഇത് നമ്മുടെ കശേരുക്കളാണ്, ഇത് കശേരുകളുടെ പുറഭാഗമാണ്, ഇത് നമ്മുടെ ബാക്ക് സൈഡാണ്, ഇത് കഴുത്തിൻ്റെ മുൻഭാഗമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനുള്ളിലൂടെയാണ്, ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് സ്പൈനൽ കോഡ് വരുന്നത്, സുഷുമ്നാ നാഡി ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ വീഴ്ചകളിലൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കശേരുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ തെന്നി മാറുമ്പോൾ എന്താ പറ്റുന്നത്, ഈ സുഷുമ്നാ നാഡി ഇതിനുള്ളിൽ ഞെരുങ്ങി പോവുക ചെയ്യുക. അപ്പോൾ നമ്മൾ എഴുന്നേപ്പിച്ച് ഇരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ കൂടുകയും ഈ ഞെരുക്കം കൂടുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പം അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ കഴുത്ത് തിരിഞ്ഞു പോകാതിരിക്കാൻ ഇതിൻ്റെ ചുറ്റും ഒരു കോളർ ഇടുക, ഹാർഡായിട്ടുള്ള കോളർ ഇടുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഈ കഴുത്ത് തിരിഞ്ഞു പോകാതിരിക്കാൻ സ്റ്റേബിളായിട്ട് പൊക്കിയെടുക്കുക, സൈഡിലേക്ക് ഇങ്ങനെ ചരിക്കുക. അതേസമയം ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്കും ഇത് കൂടുതൽ വളഞ്ഞു പോകാനും നമ്മുടെ സ്പൈനൽ കോഡിൽ ഇഞ്ചുറി വരാനും സാധ്യത കൂടുതലാണ്. അതാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ തലച്ചോറാണെന്ന് വിചാരിക്കുക, മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ആളുകൾക്ക് അപകടം സംഭവിക്കുമ്പോൾ ഈ തലയോട്ടിക്കും തലച്ചോറിനും ഇടയിൽ രക്തസ്രാവം ഉണ്ടാവാം, അതുപോലെ തന്നെ തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാവാം. ഈ തലയോട്ടിക്കും തലച്ചോറിനും ഇടയ്ക്കുള്ളൊരു സ്പേസ് ഉണ്ട്, സബ് അരക്നോയിഡ് ആൻഡ് സബ്ഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ രക്തസ്രാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് കാരണങ്ങൾ ഈ കാണുന്ന രക്തക്കൊള്ളുകളൊക്കെ പൊട്ടിയിട്ടാണ് രക്തസ്രാവം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ തലയോട്ടി തലയോട്ടിയുടെ തലയോട്ടിയുടെ ഭാഗത്തു നിന്ന് ബ്ലീഡിങ് അകത്തേക്ക് വരാം. അപ്പോൾ അതൊക്കെ ഗുരുതരമായ രീതിയിൽ രക്തസ്രാവം ഉണ്ടാക്കാം ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന്, ഇപ്പോൾ അൺകോൺഷ്യസ് ആയിരിക്കുന്ന പേഷ്യൻസിന് എപ്പോഴും വീഴ്ച കഴിഞ്ഞിട്ട് അൺകോൺഷ്യസ് ആവുന്നവർക്ക് എപ്പോഴും തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർ അതനുസരിച്ച് എത്രയും പെട്ടെന്ന് എത്രയും സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ അപകട സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ രക്ഷിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു താല്പര്യം കാണും. പക്ഷേ ചെല്ലുന്ന സമയത്ത് അത് ആ ഏരിയ സേഫ് ആണോ എന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഉയർച്ചയിൽ നിന്ന് വീണ് കിടക്കുന്ന ആളുകൾ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ ചെല്ലുമ്പോൾ, നമ്മൾ രക്ഷിക്കാനായിട്ടുള്ള ഇതിൽ ചെല്ലുമ്പോൾ നമ്മൾ തന്നെ സേഫ് ആണോ എന്ന് തീരുമാനിച്ചിട്ട് വേണം ഈ പേഷ്യൻറ്റിനെ രക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അതായത് ഇപ്പോൾ പെട്രോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്, മുകളിൽ നിന്ന് വീണ കൂടുതൽ ആളുകൾ മുകളിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് വീഴാനുള്ള സാഹചര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇടിഞ്ഞ് വീഴാൻ, മതിലുകളൊക്കെ ഇടിഞ്ഞ് വീഴാനുള്ള സാഹചര്യമുണ്ട്. എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചുറ്റുപാട് നോക്കി ഒരു ഹെൽപ്പിന് ആളെ വിളിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിനകത്തേക്ക് തുനിഞ്ഞിറങ്ങാവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമ്മുടെ ഒരു കെയർ ഗിവറിൻ്റെ സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.